സ്ത്രീകളിൽ സംരംഭകത്വം വളർത്തുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഓടനാവട്ടത്ത് കുടുംബശ്രീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളിൽ സംരംഭകത്വം വളർത്തുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഓടനാവട്ടത്ത് കുടുംബശ്രീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലെ സ്വയം സംരംഭകർക്ക് വരുമാനദായകമായ പദ്ധതികളുടെ ഒരു സ്കീമാണ് ഇവിടെ ആരംഭിച്ചത്. അതിപ്പം ചിപ്സ് ഉണ്ടാക്കുന്നതും മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു യൂണിറ്റാണ്. അതിനകത്ത് ചെറിയ മെഷീനുണ്ട്, സൗകര്യങ്ങളുണ്ട്, പ്രൊഡ്യൂസർ യൂണിറ്റാണ്. മറ്റുള്ള ഈ സ്വയം സംരംഭകരായിട്ടുള്ള ആളുകൾക്കുള്ള സഹായമുണ്ട്. കുടുംബശ്രീ ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പുതിയ ബഡ്ജറ്റിൽ നിലവിലുള്ള കുടുംബശ്രീക്ക് 150 കോടിയോളം രൂപ കൊടുക്കുന്നത് കൂടാതെ നമ്മള് 22.5 കോടി രൂപ ഈ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തി ചെയ്യാനുള്ള കാര്യം ചെയ്യുന്നു. എന്നാൽ നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങള് യൂണിവേഴ്സിറ്റിയിലും മറ്റ് റിസർച്ച് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പാക്കിങ്ങിനുള്ള സൗകര്യങ്ങളും മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം. അപ്പൊ അത് വരുമ്പോൾ നല്ലപോലെ ഇത് വിൽക്കാൻ പറ്റും. അതിനുള്ള പണം ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ്. കുടുംബശ്രീയുടെ സ്വയം സഹായ സംഘങ്ങളിലൂടെ വായ്പ ലഭ്യമാക്കി അംഗങ്ങൾക്ക് വരുമാനദായകമായ വിവിധ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു. ബജറ്റിൽ 180 കോടി രൂപ കുടുംബശ്രീക്കായി വകയിരുത്തി. കാർഷിക വ്യാവസായിക മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നൂതന കുടുംബശ്രീ സംരംഭങ്ങൾക്ക് 22.5 കോടി രൂപ സാമ്പത്തിക സഹായമായി നൽകും. സാങ്കേതിക മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CDS ചെയർപേഴ്സൺ ശൈലജ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ, വാർഡംഗങ്ങളായ വിഷ്ണു രവീന്ദ്രൻ, ജയന്തി മധു, മനോജ്, വത്സമ തോമസ്, സുന്ദരൻ, പ്രമോദ്, ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.